വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചെക്സാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മാത്സിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. സിമ്പിൾ ടോപ്പിക്കാണ്. അതെ, മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സ്, ട്രേഡിംഗ് ഇൻ ഷെയർസ്, ഡിവിഡൻഡ്, ഡിബഞ്ചർ, സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, റിക്കറിംഗ്, സെയിൽസ് ടാക്സ് ആൻഡ് GST. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്കിന്ന് നോക്കാം. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഇപ്പോൾ സമ്മറി നോട്ട്സിലേക്ക് കിടക്കാം. ഷെയർസ് ആൻഡ് ഡിവിഡൻസ്. ഷെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെപ്രസെൻറ്റ് ഓണർഷിപ്പ് ഇൻ എ കമ്പനി. ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് എൻറ്റേഴ്സ് ദ ഹോൾഡർ ടു എ പോർഷൻ ഓഫ് ദി കമ്പനി പ്രോഫിറ്റ് ആൻഡ് വോട്ടിംഗ് റൈറ്റ്സ്. അപ്പോൾ നമുക്കറിയാം, ഷെയർ എന്ന് നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയുടെ ഷെയറാണ്. അപ്പോൾ രണ്ട് തരത്തിലാണ്, ഇക്വിറ്റി ഷെയർ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്. ഇക്വിറ്റി ഷെയർസ് എന്ന് വെച്ചാൽ അവർ ഡയറക്റ്റ് ഓണേഴ്സാണ്, ഫിക്സ്ഡ് ഡിവിഡൻഡ് ഒന്നും കിട്ടില്ല, ഹൈ റിസ്ക് ആണ്, വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും ഇക്വിറ്റി ഷെയർസിന്. പ്രിഫറൻസ് ഷെയർസിന് നേരെ തിരിച്ചാണ്, ഫിക്സ്ഡ് ഡിവിഡൻഡ് കിട്ടും, വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല. അതാണ് പ്രിഫറൻസ് ഷെയർസിൻ്റെ ഗുണം. നമുക്കറിയാം, നോർമൽ ഷെയർ ചെയ്യുന്നത് ഷെയർ ട്രേഡിങ്ങിലാണ്. BSE, NSE എന്ന് പറയുന്ന രണ്ട് എക്സ്ചേഞ്ച് ഉണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇവർ. ഇതിൽ ലിസ്റ്റഡ് കമ്പനീസ് മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ. ഷെയർസ് എല്ലാ കമ്പനീസും നോർമൽ ഒരു സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ഇന്ത്യയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഷെയർ ഇഷ്യൂ ചെയ്യും. പക്ഷേ അത് പബ്ലിക്കിന് അവൈലബിൾ ആവുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ്. ബാക്കി എല്ലാ പ്രൈവറ്റ് കമ്പനീസ് ആയിരിക്കും. പ്രൈവറ്റ് കമ്പനീസ് അത് പബ്ലിക്കായി അത് പൈസ റേസ് ചെയ്യാൻ നേരത്ത് മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവുള്ളൂ. ഇന്ത്യയിൽ നിലവിൽ ഇപ്പോൾ രണ്ട് എക്സ്ചേഞ്ചാണ്. ഒന്ന് BSE, NSE. BSE ആണ് ഏറ്റവും ഓൾഡസ്റ്റ് എക്സ്ചേഞ്ച്. NSE ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ളതാണ്. പിന്നെയുള്ള ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഇക്വിറ്റി ഷെയർസിന് കിട്ടും, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. അതിനാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത്. എന്ന് വെച്ചാൽ പോർഷൻ ഓഫ് എ കമ്പനീസ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനാണ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡിവിഡൻഡ് ഈൽഡ് കണ്ടെത്താൻ നേരത്ത് ആനുവൽ ഡിവിഡൻഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ഷെയർ ഇൻറ്റു 100. ഇതിനാണ് ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം, മാർക്കറ്റ് പ്രൈസ് ആണ് ഡിവിഡൻഡ് ഈൽഡ് കണ്ടെത്താൻ വേണ്ടി ഡിവൈഡ് ചെയ്യുന്നത്. ഫേസ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമിനൽ വാല്യൂ ഓഫ് ദി ഷെയർ. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ എത്രയാണോ അതിനാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫേസ് വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പോൾ 100 ഒക്കെ ആയിരിക്കും മിക്കപ്പോഴും ഫേസ് വാല്യൂ. അപ്പോൾ കമ്പനി ഇപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 5% ഡിക്ലെയർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 5% ആയിരിക്കും ഡിവിഡൻഡ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൻ്റെ ആയിരിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരെ മറിച്ച് ഡിവിഡൻഡ് ഈൽഡ് കണ്ടെത്താൻ നേരത്ത് മാർക്കറ്റ് പ്രൈസാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഡിവിഡൻഡിൽ ഇപ്പോൾ ഹയസ്റ്റ് ആണെങ്കിൽ അത് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് ഇതിനകത്തേക്ക് ചെയ്യും. അടുത്തതാണ് ട്രേഡിംഗ് ഇൻ ഷെയർസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട്, NSEയും BSEയും. ഇത് ലിസ്റ്റഡ് കമ്പനീസിന് മാത്രമേ, പബ്ലിക് കമ്പനീസ് ലിസ്റ്റഡ് ആയാൽ മാത്രമേ ഷെയർ ട്രേഡിങ്ങിൽ പറ്റുള്ളൂ. അതായത് എല്ലാ കമ്പനീസിനും ഇതിനകത്ത് ഉണ്ടാവില്ല, ട്രേഡിങ്ങിന് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു കമ്പനി ലിസ്റ്റിംഗ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ബേസിക് നോളജായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. കൂടുതൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ കൂടുതൽ ഇതായി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ട്രേഡിങ്ങിൽ നമുക്ക് NSEക്ക് ബ്രോക്കറേജ് കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ്, ബൈയിങ് പ്രൈസിനേക്കാളും മുകളിൽ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കണ്ടെത്തുന്ന നേരത്ത് ബ്രോക്കറേജ് മൈനസ് ചെയ്യണം. ലോസ് അതുപോലെ തന്നെ ലോസും ഉണ്ടാവും. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനീസ് ലോൺ എടുക്കുന്നതിന് പകരം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെയാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരു ലോങ് ടൈം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യണം. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എല്ലാം റീപേയ്മെൻ്റ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഡിബഞ്ചറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യണം, ഫേസ് വാല്യൂ ഇൻറ്റു കൂപ്പൺ റേറ്റ് ഇൻറ്റു 100. കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ഇൻട്രസ്റ്റ് റേറ്റിനാണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ബാങ്കിങ്ങിൽ നമുക്കറിയാം, സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽസിനാണ് ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ നമുക്കൊരു നോർമൽ ട്രാൻസാക്ഷനെ പറ്റുള്ളൂ. ഇപ്പോൾ മിക്ക ബാങ്കിലും 25 ലക്ഷം വരെ അല്ലെങ്കിൽ 50 lakhs ഒക്കെ ലിമിറ്റ് ഉണ്ട്. അതുവരെ നമുക്ക് സേവിങ്സ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് ചിലപ്പോൾ അതിൻ്റെ റീസൺസ് ചോദിക്കും. അപ്പോൾ നമ്മളത് റീസൺസ് കൊടുക്കേണ്ടി വരും. കറണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് ഫോർ ബിസിനസ്സാണ്. അതിന് ഇൻട്രസ്റ്റ് കിട്ടില്ല, പക്ഷേ അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് വെച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. RD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RDക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലംസം എമൗണ്ട് വൺ ടൈം ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് ഫിക്സ്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ അറിയാം, നോർമൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ ഡിവിഡൻഡ് ഈൽഡ് ഇഫ് ഷെയർ പ്രൈസ് ഓഫ് ദി മാർക്കറ്റ് പ്രൈസ് ഇസ് 200, പേയ്സ് ആനുവൽ ഡിവിഡൻഡ് ഓഫ് 10. ഇപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് കണ്ടെത്താൻ സിമ്പിളാണ്, 10/200. ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഡിവിഡൻഡ് ഈൽഡ് കണ്ടെത്താൻ നേരത്ത് മാർക്കറ്റ് പ്രൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 5%. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിൽ ഡിവിഡൻഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിവിഡൻഡ് കണ്ടെത്താൻ നേരത്തെ എപ്പോഴും ഫേസ് വാല്യൂ ആണ് എടുക്കേണ്ടത്, ഫേസ് വാല്യൂവിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ 12 rupees ഡിവിഡൻഡ് കിട്ടുന്നത്. അടുത്തത് 8% ബൈ 100 shares at 50 and sell at 60. ബ്രോക്കറേജ് 1% പ്രോഫിറ്റ് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് നമുക്കറിയാം 6,000 ആണ് പ്രോഫിറ്റ്, അതിൽ നിന്ന് ബ്രോക്കറേജ് കുറക്കണം. അപ്പോൾ ഈ ബ്രോക്കറേജ് കണ്ടെത്തേണ്ടത് എപ്പോഴും സെയിൽസ് ടേൺ ഓവറിൻ്റെ മുകളിലായിരിക്കണം ബ്രോക്കറേജ് വരുന്നത്. അപ്പോൾ ഈ 6,000ൻ്റെ 1% എന്ന് പറയുമ്പോൾ 60. അപ്പോൾ 1000 - 60 ചെയ്യാൻ നേരത്ത് 940 ആൻസർ വരും. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിൻ്റെ ഷെയർ 120 പക്ഷേ ഫേസ് വാല്യൂ 100. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതൊക്കെ സിമ്പിളാണ്. പിന്നെ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ 1000 ഇൻട്രസ്റ്റ് 8% അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ്? അപ്പോൾ നേരെ ഇൻറ്റു ചെയ്താണ്, 1000 × 8% 80. അടുത്തതാണ് ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. കോമ്പൗണ്ട് നമുക്കറിയാം
10,000 6% ഇൻട്രസ്റ്റിൽ 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് ഇയർ പ്രോഫിറ്റ് 600 ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഇയർ കണ്ടെത്താൻ നേരത്ത് 10,000 + 600ൻ്റെ 6% കാണണം. അപ്പോൾ 636 കിട്ടും. അപ്പോൾ ടോട്ടൽ 1236 ആണ് ആൻസർ വരുന്നത്. അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നോർമൽ തന്നെ. 10,000ൻ്റെ 6% എന്ന് പറയാൻ നേരത്ത് 600. ഇത് ഫസ്റ്റ് ഇയറിലാണ്. ഇത് സെക്കൻഡ് ഇയർ കണ്ടെത്താൻ നേരത്ത് 10,600 × 6% വരും. അപ്പോൾ 636 വരും ആൻസർ. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാൻ നേരത്ത് 1236 വരും. അടുത്ത ജി എസ് ടി നമുക്കറിയാം. ഇപ്പോൾ 0% ഉണ്ട്. കോമൺ ആയിട്ട് 0, പിന്നെ 5, 12, 18, പിന്നെ 28. മെയിൻലി ഇത്രയാണ് ട്രേഡ് ചെയ്യുന്നത്. പിന്നെ നോർമൽ നമുക്കറിയാം ഗോൾഡിന് 3% ആണ് ടാക്സ് വരുന്നത്. അപ്പോൾ ജി എസ് ടി ഡയറക്റ്റ് ഇൻറ്റു ചെയ്താൽ മതി. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 1000 ജി എസ് ടി 18 ആണെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് വാല്യൂ 1180 ആയിരിക്കും. അതൊക്കെ സിമ്പിളാണ്. പിന്നെ ഇതും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കാൻ. പിന്നെ അണ്ടർ ജി എസ് ടി IGST ഈസ് ലെവിഡ് ഓൺ. നമുക്കറിയാം ജി എസ് ടിയിൽ നമുക്ക് CGST ഉണ്ട്, SGST ഉണ്ട്, പിന്നെ IGST ഉണ്ട്. ഇപ്പോൾ 3 ടാക്സ് റേറ്റാണ് ജി എസ് ടിയിലുള്ളത്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് തന്നെയാണ് സപ്ലൈ നടത്തുന്നതെങ്കിൽ ഇത് രണ്ടുമാണ് വരുന്നത്. CGST SGST ആണ് വരുന്നത്. അത് നേരെ പകുതി. ഇപ്പോൾ 18% ആണെങ്കിൽ 9% സെൻട്രലിനും 9% സ്റ്റേറ്റിനും കിട്ടും. നേരെ മറിച്ച് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് സെയിൽ നടത്തുന്നതെങ്കിൽ IGST ആണ് അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ അവിടെ ഡയറക്റ്റ് 18% സെൻട്രലിലേക്ക് പോയിട്ട് പിന്നീട് അപ്പോർഷൻ ചെയ്ത് പകുതി സ്റ്റേറ്റിലേക്ക് കൊടുക്കും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. IGST എപ്പോഴും ഇൻട്രാ സ്റ്റേറ്റ്, അതിനാണ് ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിന് പുറത്തേക്ക്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ കർണാടകയിലേക്കോ ചെയ്യുന്നതിനാണ് ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ കേരളത്തിൻ്റെ അകത്താണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ്, അതിന് ഇൻട്രാ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻട്രാ സ്റ്റേറ്റ് ആകുമ്പോൾ CGSTയും SGST ആണ് ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തുനിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ കോമൺ ആയിട്ട് ജസ്റ്റ് ഐഡിയ ഉണ്ടായാൽ മതി. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നേരത്ത് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വരുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.